ഹായ് ഓൾ. വെൽക്കം ടു ദ പൈത്തൺ ട്യൂട്ടോറിയൽ. അപ്പം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒരു സാമ്പിൾ ആപ്ലിക്കേഷൻ, ജോബ് ആപ്ലിക്കേഷൻ്റെ ഒരു സാമ്പിൾ ആപ്ലിക്കേഷൻ എഴുതി പൈത്തണിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് സ്ട്രിങ് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഇതാക്കിയിരുന്നു. സ്ലൈസിങ്ങും ഫൈൻഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ഇനിയിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനിയിപ്പം നമുക്ക് അടുത്തത് വെരിഫൈ ചെയ്യേണ്ടത് ഏജ് ആണ് അല്ലേ. അപ്പം നമ്മളിവിടെ കമൻറ്റ് ചെയ്ത് വെച്ചിരുന്നു. അന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ഇൻപുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കമൻറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഏജ് എന്ന് പറയുന്ന കാര്യമാണ് അല്ലേ. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഇതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തു, ഇമെയിലും വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് ഏജ് ആണ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പം ഏജിൻ്റെ അകത്ത് ഈ ജോബ് ആപ്ലിക്കേഷൻ്റെ അകത്തിരിക്കുന്ന റെസ്ട്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏജ് എല്ലായ്പ്പോഴും 18 മുകളിലും 44 താഴെയുമായിരിക്കണം എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ ഈ ജോബ് ആപ്ലിക്കേഷനുണ്ട്. അപ്പം അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പം 18 എന്ന് പറയുന്ന നമ്പറിൽ കൂടുതൽ കുറവാണോ 44 കുറവാണോ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം നമുക്ക് വരേണ്ടത് അല്ലേ. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു നമ്പറിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷനാണ് അല്ലേ. ഇത് ഈ നമ്പറിനെക്കാട്ടും വലുതാണോ ചെറുതാണോ എന്നുള്ളത് ഒരു നമ്പറിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷനാണ്. അപ്പം നമ്പറിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ ആണെങ്കിൽ, നമുക്ക് നോർമലി റിയൽ ലൈഫിൽ അത് നമ്പറിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ ആണല്ലോ അല്ലേ. അപ്പം നമ്പറിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ ആയതുകൊണ്ട് നമ്മൾ ഏജ് എടുത്ത സമയത്ത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലായ്പ്പോഴും സ്ട്രിങ് ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്തു തരിക. അങ്ങനെയാണെങ്കിൽ ഈ മൊമെൻറ്റിൽ നമുക്ക് ഏജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് സ്ട്രിങ്ങിലായിരിക്കും നമ്പേഴ്സ് ഉണ്ടാവുക അല്ലേ. യൂസർ ഇപ്പം ഒരു 25 എന്ന് പറയുന്ന ഒരു ഇതാണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നതെങ്കിലും അത് 25 എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു നമ്പറിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞിരിക്കുന്ന കമ്പാരിസൺ ഉണ്ടല്ലോ അല്ലേ. 18 കുറവാണോ കൂടുതലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറിൽ നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ നമുക്ക് ആ സ്ട്രിങ്ങിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല അല്ലേ. സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പം അത് അങ്ങനെയാണല്ലോ. നമ്മൾ ഡാറ്റ ടൈപ്പിന് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോരോ ഡാറ്റ ടൈപ്പിനും അതിന് അനുസൃതമായിട്ടിരിക്കുന്ന ഓപ്പറേഷൻസ് മാത്രമേ അലൗഡ് ആവത്തുള്ളൂ. അപ്പം ഏജ് എന്ന് പറയുന്ന ഈ വേരിയബിൾ അറ്റ് ദ മൊമെൻറ്റ് സ്ട്രിങ് ആണ്. അതിൻ്റെ അകത്ത് ഇരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആണെങ്കിലും, അതായത് സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന നമ്പർ ആണെങ്കിലും, നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രിങ് ആണെങ്കിലും, അത് ഡാറ്റ ടൈപ്പ് സ്റ്റിൽ ഒരു സ്ട്രിങ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ പറഞ്ഞിരിക്കുന്ന വേരിയബിളിനെ നമുക്ക് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മളത് കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു വേരിയബിളിലും എടുത്ത് വെക്കാം. തൽക്കാലം നമുക്ക് ആ വേരിയബിൾ ഇനി യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ വേരിയബിളിൽ തന്നെ ഒന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏജ് എടുത്ത് വെക്കുന്നു. ഈ ഒരു മൊമെൻറ്റിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഏജ് എന്ന് പറയുന്നത് ഇതുവരെ സ്ട്രിങ് ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ടൈപ്പ് കൺവേർഷൻ ചെയ്ത്, ആ വാക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്ന വാക്ക്, ഏജ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ അകത്തിരിക്കുന്ന സാധനത്തെ ടൈപ്പ് കൺവേർട്ട് ചെയ്ത് നമ്മൾ നമ്പറാക്കി മാറ്റിയിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഏജ് എന്ന് പറയുന്ന നമ്പർ ആയിട്ടുണ്ട്. നമ്പറിൻ്റെ അകത്ത് ചെയ്യുന്ന എന്തൊരു ഓപ്പറേഷൻസും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കൂടെ, ഇത് നമ്മൾ പൈത്തൺ ഷെൽ എടുക്കുന്നു. അപ്പം നമ്മൾ ഏജ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് കറൻ്റ്ലി ഇൻപുട്ട് ചെയ്തിട്ട് യൂസർ 18 എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തു അല്ലേ. ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഏജിനെ നമ്മൾ ഇൻറ്റ് ഓഫ് ഏജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു അല്ലേ. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ഓഫ് ഏജ് എന്ന് പറയുന്ന ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റിജർ കിട്ടും. നമ്മളത് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം വിചാരിക്കുക. യൂസർ എൻ്റർ ചെയ്ത സമയത്ത് യൂസർക്ക് എന്തും എൻ്റർ ചെയ്യാമല്ലോ അല്ലേ. അപ്പം യൂസർ രാഹുൽ എന്ന് പറഞ്ഞിട്ടാണ് ഏജ് എൻ്റർ ചെയ്തത്. അതായത് ഒരു കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന സ്ട്രിങ് അല്ല യൂസർ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ കൺവേർഷൻ, ഏജ് ഈക്വൽ ടു ഇൻറ്റിജർ ഓഫ് ഏജ് എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും വർക്ക് ചെയ്യുക? കാരണം രാഹുൽ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. 18 എന്നാകുന്ന സമയത്ത് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇത് എറർ അടിച്ചു വരും.
ഓക്കെ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് കൺവേർഷൻ നമുക്ക് അലൗഡ് ആണ്. സ്ട്രിങ്ങിൻ്റെ അകത്ത് നിന്ന് ഇൻറ്റിജറിലേക്ക് അലൗഡ് ആണ്. പക്ഷേ ആ സ്ട്രിങ്ങിൻ്റെ അകത്തിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രിങ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തല്ലോ അല്ലേ, മുകളിൽ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു 18 എന്ന് പറയുന്ന നമ്പറാണ്. ഒരു 18 എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. എന്ന് പറയുന്നത് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രിങ് ആണ്. അതുകൊണ്ടാണ് അവൻ ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് കൺവേർഷൻ അലോ ചെയ്തത്. പക്ഷെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ അകത്ത് നമ്പറിന് ഒരു നമ്പറാക്കാൻ പറ്റാത്തൊരു സ്ട്രിങ് ആണ് ഇരിക്കുന്നത്. അതായത് രാഹുൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ് ആണെങ്കിൽ ആ സ്ട്രിങ്ങിനെ നമ്മൾ ടൈപ്പ് കൺവേർഷൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എറർ അടിച്ച് വരും. നമുക്ക് അറ്റ് ദ മൊമെന്റ് നമുക്ക് വിചാരിക്കാം യൂസർ പ്രോപ്പർ ആയിട്ടിരിക്കുന്ന നമ്പറാണ് അലോ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ആ പ്രോപ്പർ ആയിട്ടിരിക്കുന്ന നമ്പർ അല്ല യൂസർ എൻ്റർ ചെയ്തത്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ പ്രോഗ്രാം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിച്ചെടുക്കാം. അറ്റ് ദ മൊമെന്റ് നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം യൂസർ ഓൾവേസ് പ്രോപ്പർ ആയിട്ടിരിക്കുന്ന നമ്പർ ആയിരിക്കും എൻ്റർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം ഈ പറഞ്ഞിരിക്കുന്നത് 18നെക്കാട്ടും ഗ്രേറ്റർ ആണോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന നമ്മളുടെ കീവേഡ് ഇഫ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കീവേഡ്, ഇഫ് എന്ന് പറയുന്നത് 18 കൂടുതലായിരിക്കണം എന്നാണല്ലോ അല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. ബേസിക്കലി ഇങ്ങനെ ഇരിക്കുന്ന സിമ്പിൾസിനെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ റിയൽ ലൈഫിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾസ് നമ്മൾ ഫെമിലർ ആണല്ലോ അല്ലേ. സിമിലർ മീനിങ് തന്നെയാണ് പൈത്തൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഓപ്പറേറ്ററിനുള്ളത്. അതെന്ത് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഏജ് എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പം ഏജ് എന്ന് പറയുന്നത് ഇതിനേക്കാളും ഗ്രേറ്റർ ആണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അതായത് 18 ഗ്രേറ്റർ ആണോ ഈ പറഞ്ഞിരിക്കുന്ന ഏജിനേക്ക്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, 18 ഏജിൻ്റെ അകത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻ. അതാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, ഇവൻ ട്രൂ റിട്ടേൺ ചെയ്യും അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റർ അതായത് 18 ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന എൻഡ് എന്ന് പറയുന്നത്, അതായത് ഈ ഓപ്പറേറ്ററിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന എൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കുന്നു എന്നുള്ള ഒരു ഇതാണ്. അതായത് ക്ലോസ് ആയിട്ടിരിക്കുന്നത് ലെസ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ കണ്ടീഷൻ എപ്പോഴായിരിക്കും ട്രൂ ആവുക, കണ്ടീഷൻ ട്രൂ ആയാലായിരിക്കും ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവുക അല്ലേ. അപ്പം എപ്പോഴായിരിക്കും ഈ കണ്ടീഷൻ ട്രൂ ആവുക, ഏജിൻ്റെ അകത്തിരിക്കുന്നത് 18നെക്കാട്ടും ലെസ് ആയിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും ഇത് ട്രൂ ആവുക. അങ്ങനെ ട്രൂ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇൻവാലിഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇങ്ങനൊരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊരു സാധനം ഇവിടെ ക്ലോസ് ചെയ്യണേ, കോളം വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞിട്ട് പറയാം. പക്ഷേ നമുക്ക് വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട് അല്ലേ. നമുക്ക് 18നെക്കാളും കുറവായിരിക്കരുത്, കൂടുതലായിരിക്കണം എന്നാണ്. പക്ഷേ 44നെക്കാളും കുറവുമായിരിക്കണം. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻസ് അവിടെ ചെക്ക് ചെയ്യാനുണ്ട്. ഒരു കണ്ടീഷൻ മാത്രം നമ്മൾ മുമ്പിലൊക്കെ ചെയ്തിരുന്നത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് മാത്രമായിരുന്നു. പക്ഷേങ്കിൽ ഈ കണ്ടീഷൻ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമുക്ക് 2 കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ട്. ഈ 2 കണ്ടീഷൻസും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ 2 കണ്ടീഷൻസും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റൊരു ഇഫിൻ്റെ അകത്ത് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അത് ചെക്ക് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഇതോ അല്ലെങ്കിൽ അതോ സാറ്റിസ്ഫൈ ചെയ്യാവുന്ന സിറ്റുവേഷൻ എന്നുള്ളതാണ് നമുക്കിത് അല്ലേ. അതായത് 18 കുറവുമായിരിക്കരുത്, 44 കൂടുതലുമായിരിക്കരുത് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻവാലിഡ് ഏജ് എന്ന് കൊടുക്കാം. അപ്പം ഏതെങ്കിലും ഒരെണ്ണം ശരിയാണോ എന്ന് ചെക്ക്, അതായത് 2 കണ്ടീഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 2 കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതികളിൽ ഇവിടെ കോമ്പിനേഷൻസ് വർക്ക് ചെയ്യിപ്പിക്കാം. അതെന്ന് പറയുന്നത് ആൻഡ്, ഓർ എന്ന് പറഞ്ഞിട്ട് 2 രീതികളിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ അടിയിലോട്ട് വരത്തുള്ളൂ. ഓർ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അവൻ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി എന്ന് പറയും അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം തന്നെ ട്രൂ ആയാൽ നമുക്കത് ഇൻവാലിഡ് ഏജ് എന്ന് പറഞ്ഞിരിക്കുന്ന എറർ കണ്ടീഷൻ കാണിക്കണം. അപ്പം നമ്മൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഓപ്പറേറ്ററാണ്. ഇതും ഓപ്പറേറ്ററാണ് ബേസിക്കലി. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റേഴ്സ് എല്ലായ്പ്പോഴും മാത്തമാറ്റിക്കലി വാലിഡ് ആയിട്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കില്ല. ചില സമയങ്ങളിൽ ഇതേപോലെ ഇരിക്കുന്ന ഓപ്പറേറ്റേഴ്സും ഉണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ പഠിക്കാം. പക്ഷേങ്കിൽ ഓപ്പറേറ്ററിനെ പറ്റിയിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ നോർമലി മാത്തമാറ്റിക്കലി ഡിഫൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു സിമ്പലായിരിക്കും നമ്മൾ ഓപ്പറേറ്റർ ആയിട്ടുണ്ടാകുക. നോർമലിയാണ്, എല്ലായ്പ്പോഴും അങ്ങനെയല്ല, നോർമലി അങ്ങനെയായിരിക്കും. അതായത് നമ്മളിപ്പോൾ പ്ലസ്, മൈനസ്, ഈ പറഞ്ഞ പോലെ ഗ്രേറ്റർ ദാൻ, ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾസ് ഉണ്ടല്ലോ അല്ലേ. ഇത് നമ്മൾ നോർമലി റിയൽ ലൈഫിൻ്റെ അകത്ത് മാത്തമാറ്റിക്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾസ് തന്നെയാണ് പൈത്തണോ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും അതിൻ്റെ അകത്ത് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മാത്തമാറ്റിക്കലി എന്താണോ നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ അത് തന്നെയായിരിക്കും ഇവിടെയും നടക്കാൻ പോകുന്നത്. ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓപ്പറേറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ മുകളിൽ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നല്ലോ അല്ലേ, അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം വെച്ചിട്ടായിരുന്നു നമ്മൾ പൈത്തൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡ് 10,11 എന്ന രീതിയിൽ പൈത്തൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ പോരെ. എന്തിനാണ് നമ്മൾ 10+11 എന്ന് പറഞ്ഞിട്ട് ഈ ഫോമിൽ, അതായത് 2 രീതികളിൽ എന്തിനാണ് ഈ പറഞ്ഞത്? ചില രീതികളിൽ നമ്മൾ പ്രിൻ്റൊക്കെ ചെയ്യാനാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പൈത്തൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ചില സമയങ്ങളിൽ എന്തിനാണ് ഇതേപോലെയുള്ള സിമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്ത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പല റീസൺസ് ഉണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ അല്ലേ, പ്ലസ് മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്, അത് യൂണിവേഴ്സലി മാത്തമാറ്റിക്സിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ട് എല്ലാവരും ഫെമിലിയർ ആയിട്ടിരിക്കും ആ ഒരു ഓപ്പറേഷനായിട്ട്. പ്ലസ് ആണെങ്കിൽ ഈ 2 നമ്പേഴ്സ് കൂട്ടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഫെമിലിയാരിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ആ സെയിം സാധനം തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓൾറെഡി റിയൽ ലൈഫിൽ നിങ്ങൾ ഫെമിലിയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ റീഡബിലിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതായത് ആഡ് 10 എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതിനേക്കാളും നമ്മൾ മാത്തമാറ്റിക്കലി റിയൽ ലൈഫിൽ ഇത് ഫെമിലിയർ ആയതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് 10+11 എന്ന് പറയുന്നത് കാണുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടിരിക്കുന്ന കാര്യം കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നോർമലി ഇതേപോലെയുള്ള ഓപ്പറേറ്റേഴ്സിനെ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പൈത്തൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, പ്രൈമറി റീസൺ എന്ന് പറയുന്നത് അതാണ്. വേറെ റീസൺ ഉണ്ട്, വേറെ റീസൺസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് നമുക്ക് വരുന്നൊരു ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടിരിക്കേണ്ടത് ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിലാണ് നമ്മൾ ഓപ്പറേറ്റർ പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൽ ഫെമിലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു കണ്ടീഷനും വേണം. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? 44 എന്ന് പറയുന്നത് ഏജ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കാം എന്ന് പറയുന്ന കണ്ടീഷനും കൂടി ആയിരിക്കണം അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കണ്ടീഷൻ എഴുതി. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. അപ്പം നമ്മൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ നമ്മൾ ഇൻവാലിഡ് ഏജ് എന്ന് പറയും. ഇനിയിപ്പോൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ അല്ലാതിരിക്കുക എന്ന് വിചാരിക്കുക. അതായത് യൂസർ എൻ്റർ ചെയ്തിരിക്കുന്ന ഏജ് 25 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവത്തില്ല, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവത്തില്ല. 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവില്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. പകരം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എൽസ് ലൂപ്പ് എഴുതാം. നമ്മളിവിടെ നേരത്തെ ഒന്നും എൽസ് ലൂപ്പ് എഴുതിയിട്ടില്ല, മാൻഡേറ്ററി അല്ല. നിങ്ങൾ ഈ മുകളിലിരിക്കുന്ന ഇഫിൻ്റെ കണ്ടീഷൻ മീറ്റ് ചെയ്യാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൽസ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അത് ഇഫിൻ്റെ ഒരു മെത്തേഡാണ്. ഇഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കണ്ടീഷനാണ് കൊടുക്കുക. ആ കണ്ടീഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇഫ് ബ്ലോക്കിൻ്റെ അകത്തും, ആ കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് എൽസ് ബ്ലോക്കിൻ്റെ അകത്തും എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ അതായത് വാലിഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏജ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ പറഞ്ഞിരിക്കുന്ന ഏജ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം, യൂസർക്ക് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു കോളം കൂടി വേണേ. ഇരിക്കുന്നത് STRലോട്ട് ഒന്ന്
കൺവേർട്ട് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം യൂസർ 25 എന്ന് പറയുന്ന ഏജാണ് എൻ്റർ ചെയ്തതെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ ഈ കണ്ടീഷനും മീറ്റ് ചെയ്തിട്ടില്ല, ഈ കണ്ടീഷനും മീറ്റ് ചെയ്തിട്ടില്ല. അല്ല, രണ്ടും ഫോൾസ് ആയിരുന്നു. രണ്ടും ഫോൾസ് ആണെങ്കിൽ അവൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇഫ് ലൂപ്പ് പോകത്തില്ല. പകരം എൽസ് എന്ന് പറയുന്ന സാധനം മാത്രം പ്രിന്റ് ചെയ്യും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സാധനം മാത്രമായിരിക്കും പ്രിന്റ് ചെയ്യാം. ഇനിയിപ്പോൾ യൂസർ എൻ്റർ ചെയ്തിരിക്കുന്നത് 50 എന്ന് പറയുന്ന ഏജാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ മീറ്റായി. ഈ കണ്ടീഷൻ മീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇഫ് ബ്ലോക്കിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ കോഡുകളാണോ ഇഫ് ബ്ലോക്കിൽ എഴുതിയിരിക്കുന്നത്, അത് മൊത്തം അവൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് നേരെ എൽസ് ബ്ലോക്കിൽ ഇരിക്കുന്ന ഒരു കാര്യവും എക്സിക്യൂട്ട് ചെയ്യാതെ നേരെ അടിയിലിരിക്കുന്ന കാര്യമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഇഫ് മീറ്റിംഗ് ആണെങ്കിൽ എൽസിലിരിക്കുന്ന ഒരു കാര്യവും അവൻ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതായത് ഒരൊറ്റൊരു മൊമെൻറ്റിൽ ഇഫിലിരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ എൽസിലിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ അവൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ആ ഒരെണ്ണം ഏത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ട്രൂ ആണെങ്കിൽ ഇത്, എൽസ് ആണെങ്കിൽ ഇത്. അങ്ങനെയാണ് ഇഫ് എൽസ് ഇതാക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ഇന്ന കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന കാര്യം ചെയ്യൂ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന റിയൽ ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന പല സാധനങ്ങളെയും നമുക്ക് ഇതേപോലെ ഇഫ് എൽസ് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ ഇത് എഴുതി. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ തിരിച്ച് റണ്ണിലോട്ട് പോകുന്നു, പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുന്നു, നെയിം അടിച്ചു കൊടുക്കുന്നു, നാച്ച് അടിക്കുന്നു, AWR ഏജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു വാലിഡ് ഏജ് എൻ്റർ ചെയ്യാം അല്ലേ. 25 എന്ന് പറയുന്ന എൻ്റർ ചെയ്യാം. അപ്പോൾ കണ്ടില്ല, ഈ പറഞ്ഞിരിക്കുന്ന ഇൻവാലിഡ് ഏജ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് പ്രിൻ്റ് ആയിട്ടില്ല. പകരം ഈ ഏജ്, അതായത് വാലിഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ സാധനമാണ് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഒരു എൽസ് കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. നമുക്ക് ഒരു 45 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏജ് ഒന്ന് ഇതാക്കി കൊടുക്കാം. ഇവിടെ കണ്ടില്ലേ. അപ്പം അത് പ്രോപ്പറായിട്ട് പിടിച്ചു. 45 എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ മീറ്റായി. നമ്മൾ ഇൻവാലിഡ് ഏജ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ആധാർ നമ്പർ എന്ന് പറയുന്ന നമ്മളുടെ കാര്യം ഒന്ന് വെരിഫൈ ചെയ്യണം അല്ലേ. ആധാർ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ആധാർ നമ്പറും കൂടി എടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ തൽക്കാലം കമൻറ്റ് ചെയ്ത് വെച്ചായിരുന്നു, ഞാനത് അൺകമൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആധാർ നമ്പറും കൂടി ഇതാക്കുന്നു. ആധാർ നമ്പറിൻ്റെ കേസിൽ എന്ത് വാലിഡേഷൻ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആധാർ നമ്പറിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ. അതായത് ആധാർ നമ്പർ എല്ലായ്പ്പോഴും 12 അക്ക നമ്പർ ആയിരിക്കും അല്ലേ. ആ 12 അക്ക നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് യൂസർ എൻ്റർ ചെയ്തിരിക്കുന്നത് 12 അക്ക നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു എറർ മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പുതിയ ഫംഗ്ഷനും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും, LEN അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം പേരിൽ LEN എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം ഈ LEN എന്ന് പറയുന്ന ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ട്രിങ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആധാർ നമ്പറിൻ്റെ അകത്ത് സ്ട്രിങ് ആണല്ലോ അല്ലേ ഇരിക്കുന്നത്. നമ്മളിവിടെ ഇൻപുട്ട് വഴി എടുത്തിരിക്കുന്നതാണ് ആധാർ നമ്പർ. അപ്പോൾ അതിൻ്റെ അകത്തൊരു സ്ട്രിങ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം ഈ LEN ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ട്രിങ് വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് റിട്ടേൺ ചെയ്ത് തരിക ആ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറുകളുടെ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം അല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് എത്രത്തോളം ക്യാരക്ടേഴ്സ് ഉണ്ടോ അത് കൗണ്ട് ചെയ്ത് തരികയാണ് ഈ LEN എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളുടെ പൈത്തൺ ഷെൽ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആധാർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ഒരു 4 എണ്ണം കൊടുത്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ LEN ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ വേരിയബിൾ അത് കൊടുക്കുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്ത് തരുന്നത് 4 ആണ്. അതായത് ഇതിൻ്റെ അകത്ത് എത്ര എണ്ണാണോ, എത്ര ക്യാരക്ടേഴ്സ് ആണോ ഉള്ളത് അതായിരിക്കും ഈ LEN എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ആധാർ നമ്പറിൻ്റെ LEN എടുത്തു. എന്നിട്ട് നമ്മൾ നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു, ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മളിവിടെ പഠിച്ചിരുന്നു. 2 ഈക്വൽ ടു അല്ല, 2 സൈനുകൾ വെച്ചിട്ടുള്ള അതിനെയാണ് നോർമലി കമ്പാരിസൺ ഈക്വൽ ടു എന്ന് പറയുന്ന സാധനം ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നോട്ട് ഈക്വൽ ടു ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യം ഒരു നോട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നോർമൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇത് 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എന്നുള്ളതാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ
ഇത് റിട്ടേൺ ചെയ്ത് തരുന്നത് ഇതിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് എന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ നോർമലി ഒരു 4 ക്യാരക്ടറാണ് ഉള്ളതെങ്കിൽ ഇവിടെ 4 ആയിരിക്കും റിട്ടേൺ ചെയ്ത് തരിക. 4 നോട്ട് ഈക്വൽ ടു 12 എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും. 4 നോട്ട് ഈക്വൽ ടു 12 അത് ട്രൂ ആണ് അല്ലേ? ആ കണ്ടീഷൻ ശരിയല്ലല്ലോ. 4 നോട്ട് ഈക്വൽ ടു 4 12 അല്ല അല്ലേ? അപ്പം നോട്ട് ഈക്വൽ ടു, അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻവാലിഡ് ആധാർ നമ്പർ എന്ന് പറയും അല്ലേ? 4 ക്യാരക്ടേഴ്സ് പോരായിരുന്നു. പ്രോപ്പർ ആയിട്ടിരിക്കുന്ന ആധാർ നമ്പറിൽ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള റൂൾ ഉണ്ടല്ലോ അല്ലേ? നമ്മളുടെ എല്ലാ ആധാർ നമ്പറും 12 അക്കമായിരിക്കും എന്നുള്ളത്. അപ്പോൾ 12 അക്കമല്ലാത്ത ഒരു ആധാർ നമ്പർ ആണ് യൂസർ എൻ്റർ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഇൻവാലിഡ് ആയിട്ടിരിക്കുന്ന ആധാർ നമ്പറാണ് യൂസർ എൻ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ആ കണ്ടീഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നു ഈ പറഞ്ഞിരിക്കുന്ന ആധാർ നമ്പർ പ്രോപ്പറാണ് എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ നേരെ പോകുന്നു, നമ്മൾ എൻ്റർ ചെയ്യുന്നു, രാഹുൽ എന്നടിക്കുന്നു, രാജ് എന്നടിക്കുന്നു, നമ്മളൊരു ജിമെയിൽ ID കൊടുക്കുന്നു. ജിമെയിൽ ID വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഉണ്ടായിരുന്നേ. ഏജ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഏജ് കൊടുക്കുന്നു. എന്നിട്ട് ആധാർ നമ്പർ എന്ന് പറഞ്ഞിട്ട് 12 ഞാൻ പ്രോപ്പറായിട്ടിരിക്കുന്ന ഒരു 12 അക്കം കൊടുക്കുന്നു. പ്രോപ്പർ ആയിട്ടിരിക്കുന്ന ഒരു 12 അക്കം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻവാലിഡ് ആധാർ നമ്പർ എന്ന് പറയുന്ന എറർ വന്നില്ല. പകരം അവൻ പ്രോപ്പറായിട്ട് ഇവിടെ ഡിസ്പ്ലേ ആയി വരികയാണ് ചെയ്തത് അല്ലേ? അപ്പം നമ്മൾ ഇനി വേണം നമുക്ക് ഒരു എറർ കണ്ടീഷൻ കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ? രാഹുൽ രാജ് എന്ന് പറയുന്ന കാര്യം നമ്മൾ lwr@gmail.com എന്നടിക്കുന്നു, പ്രോപ്പറായിട്ടിരിക്കുന്ന. എന്നിട്ട് നമ്മൾ ഒരു 4 അക്കം മാത്രമുള്ള ഒരു സാധനം കൊടുത്തു. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ആധാർ നമ്പർ അല്ല അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടില്ല അല്ലേ? ഇൻവാലിഡ് ആധാർ നമ്പർ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തു. എന്നിട്ട് എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമ്മളൊരു എറർ മെസ്സേജ് യൂസർക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പം നമ്മൾ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് എടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? യൂസർക്ക് ഫൈനലി ഒരു മെസ്സേജ് കാണിക്കണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആണോ അല്ലെങ്കിൽ അക്സെപ്റ്റഡ് അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്? യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു വേരിയബിൾ നമുക്ക് വേണം അല്ലേ? ആ വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ തവണ നമ്മളിവിടെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നോ എന്ന് പറയുന്ന കാര്യം എടുത്തു വെക്കണം. അപ്പം എന്ത് ചെയ്യുന്നു? അപ്പം ഏതെങ്കിലും ഒരു കാര്യം വെരിഫൈഡിന് നമ്മൾ വെരിഫിക്കേഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ നോ എടുത്തു വെക്കും. അപ്പോൾ ഫൈനലി നമുക്ക് ആ വേരിയബിൾ ആ ഡേറ്റ ചെക്ക് ചെയ്താൽ മതി അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള കാര്യം. നമുക്കൊന്ന് വേണേൽ ചെയ്ത് നോക്കാം അല്ലേ? അങ്ങനെ നമുക്ക് ഇതേപോലെ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ഒരു ഡാറ്റയാണല്ലോ അല്ലേ എടുത്ത് വെക്കേണ്ടത്. യെസ് അല്ലെങ്കിൽ നോ. ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഓക്കെ ആണ്, ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമുക്ക് കൈൻഡ് ഓഫ് ഡാറ്റയാണ് നമുക്ക് എടുത്തു വെക്കേണ്ടത്. അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഡാറ്റയെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പൈത്തൺ തരുന്ന സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ റിവ്യൂവിങ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ നമ്മളൊരു പുതിയതായിട്ട് ഒരു വേരിയബിൾ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, വേരിയബിൾ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു വേരിയബിൾ. എന്നിട്ട് നമ്മൾ അതിന് ട്രൂ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു വാല്യൂ കൊടുത്തു. ഇതിങ്ങനെ തന്നെ കൊടുക്കണേ. ടി ക്യാപിറ്റൽ ആയിട്ടിരിക്കുന്ന ട്രൂ എന്ന് പറയുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു മൊമെൻറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിളിൻ്റെ അകത്ത് ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്. ബൂളിയന് 2 വാല്യൂസേ പോസിബിൾ ആവുള്ളൂ. ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന 2 വേരിയബിൾ. അപ്പം നമ്മൾ ഇവിടെ സ്ട്രിങ് ഒന്നും അല്ല ഇത്. ഞാനിവിടെ ഡബിൾ കോഡ്സിൻ്റെ അകത്തൊന്നും അല്ല കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക നമ്മൾ സ്ട്രിംഗ് റിട്ടേണിന് ഡബിൾ കോഡ്സിൽ കൊടുക്കണമല്ലോ അല്ലേ? അങ്ങനെയൊന്നല്ല. ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്ട്രിങ് ആണ്. ട്രൂ എന്ന് പറഞ്ഞിട്ട് പൈത്തൺ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വേർഡാണ്. അപ്പം അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യണേ. ഈ പറഞ്ഞിരിക്കുന്ന ഡബിൾ കോഡ്സ് ഒന്നും ഇല്ലാതെ ട്രൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 വാല്യൂസ് പോസിബിൾ ആണ്. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന 2 വേരിയബിൾസേ 2 വാല്യൂസേ ഇതിൻ്റെ അകത്ത് നമുക്ക് പോസിബിൾ ആവുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ ടൈപ്പ് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. നമ്മൾ പൈത്തൺ ഷെൽ എടുക്കുന്നു, എന്നിട്ട് ഇവിടെ ഇതാക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈപ്പ് ഓഫ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന് നമ്മൾ ചോദിക്കുന്നു.
ടൈപ്പ് എന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ടൈപ്പ് എന്ന് പറയുന്നത് ബൂൾ എന്ന് പറയുന്നതാണ്. ബൂളിൻ്റെ അകത്ത് ആകെ പോസിബിൾ ആയിട്ടിരിക്കുന്നത് ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം മാത്രമാണ്. ഇവിടെ നിങ്ങൾക്കിപ്പം ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ അടിക്കും. അതായത് ടി എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ടി എന്ന് പറയുന്ന, അതായത് ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കണം. ടി ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോൾ എന്ന് പറയുന്നത്. ഫോൾസിൻ്റെ കേസ് ആണെങ്കിൽ എഫ് ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോൾ എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഇത് ട്രൂ ആണ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എവിടെ എങ്കിലും ഒരു ഇൻവാലിഡ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പറഞ്ഞിരിക്കുന്ന വേരിയബിളിനെ പിടിച്ചിട്ട് ഫോൾസ് ആക്കുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയെങ്കിലും ഒരു ഇൻവാലിഡിറ്റി വരികയാണെങ്കിൽ അതിനെ പിടിച്ചിട്ട് നമ്മൾ, ഇതൊരു ഇൻവാലിഡ് ആണല്ലോ അല്ലേ, ജിമെയിൽ എന്ന് പറയുന്നത് ഒരു ഇൻവാലിഡ് ആണ്, എന്ന് പറയുന്ന സാധനം വേണമായിരുന്നു, ഏജ് എന്ന് പറയുന്നത് ഇതാണ് ഇൻവാലിഡ് അല്ലേ, ഇത് ട്രൂ ആണ്, ഇത് ഓക്കെ ആണ്, വാലിഡ് ആണ്. ഇൻവാലിഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഫോൾസ് ആക്കുന്നു. അതേപോലെ തന്നെ ആധാർ നമ്പർ ഫോൾസ് ആക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇനീഷ്യലി ആ പറഞ്ഞിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും. എവിടെയെങ്കിലും ഒരു ഇൻവാലിഡിറ്റി സംഭവിച്ചാൽ അതെന്ത് സംഭവിക്കും, അതിൻ്റെ അകത്ത് ഫോൾസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഫൈനലി നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇഫ് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ ഫോൾസ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യുവർ ആപ്ലിക്കേഷൻ ഈസ് നോട്ട് അക്സെപ്റ്റഡ്, കറക്റ്റ് അല്ലല്ലേ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ വാലിഡിറ്റി ഫോൾസ് ആണ്, അതിൻ്റെ അർത്ഥം ഏതോ ഒരു ഇൻവാലിഡ് കാര്യം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നുള്ളത് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന എൽസിൻ്റെ അകത്ത് എൽസിൻ്റെ ഇൻറ്റൻറ്റ് ഇവിടെ കറക്റ്റ് ആയിട്ടിരിക്കണം. ഇഫിൻ്റെ അതേ ഇൻറ്റൻറ്റിൽ തന്നെ ആയിരിക്കണം എൽസ് ഇരിക്കുന്നത്. ഇവിടെ കുറച്ചൊരു ഇൻറ്റൻറ്റ് കൊടുത്തിട്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഇഫ് ബ്ലോക്ക് എഴുതേണ്ടത്. അതേപോലെ തന്നെ എൽസ് ബ്ലോക്കിനും ഒരു ഇൻറ്റൻറ്റ് വേണം. ഇവിടെ ഇരിക്കുന്നത് ഈ സ്പേസുകളാണ്, ഇത്രയും ഇൻറ്റൻറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യുവർ ആപ്ലിക്കേഷൻ നോട്ട് അക്സെപ്റ്റഡ് അല്ല, അക്സെപ്റ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മളുടെ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് നമുക്ക് വാലിഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം കൊടുക്കുന്നു. രാഹുൽ രാജ് എന്ന് പറയുന്ന ഇത് LWR@gmail.com എന്ന് പറയുന്നത് ഏജ് 25 ആണ്. ആധാർ നമ്പർ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു 12 അക്ക നമ്പർ കൊടുക്കുന്നു, നോക്കുന്നു. യുവർ ആപ്ലിക്കേഷൻ ഈസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻവാലിഡ് കേസിലും കയറിയിട്ടില്ല. ഒരു ഇൻവാലിഡ് കേസിലും കയറിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ആദ്യം എന്താണോ അതിന് വേരിയബിളിന് പേര് ഒരു വാല്യൂ കൊടുത്തത് ട്രൂ ആണ്, അത് അങ്ങനെ തന്നെ അവിടെ കിടക്കും അല്ലേ. ഒരിക്കലും അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ മാറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കും. ഇതേപോലെയുള്ള വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പൈത്തൺ ഡീബഗിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.